ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കൊല്ലം ചിന്നക്കടയിലുള്ള കല്യാൺ സൂപ്പർ മാർക്കറ്റിലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പം ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുടുംബസമയത്ത് ഇങ്ങ് പോരും കേട്ടോ. മെയിനായിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങുന്നത് ഉമ്മയാണ്. സൈഡായിട്ട് ചില ഐറ്റംസ് പർച്ചേസ് ചെയ്യാനാണ് എനിക്കും എൻ്റെ ഇത്താക്കും കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടം. അയിമൂന്ന് ബ്രഷിനോട് ഭയങ്കര ക്രേസാട്ടോ. അവൻ വന്നപ്പോൾ തന്നെ അതിൽ തന്നെ പിടിക്കുകയും ചെയ്തു. ഒത്തിരി ബ്രഷ് എടുത്തിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞു. അവസാനം ഒരു 2-3 ബ്രഷ് വാങ്ങിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഷാമ്പുവും ബോഡി വാഷും ഒക്കെ വാങ്ങി. അവൻ പറയുന്ന ബ്രാൻഡ് തന്നെ വാങ്ങണം കേട്ടോ. ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ല, എന്നാലും അവനൊരു ഇഷ്ടമാണ് അവൻ പറയുന്നത് വാങ്ങണമെന്നുള്ളത്. എന്തായാലും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അരിപ്പൊടി, പുട്ടുപൊടി, ഗോതമ്പ് പൊടിക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഡിഫറെൻറ്റ് ബ്രാൻഡായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണം സെലക്ട് ചെയ്തെടുക്കാമായിരുന്നു. അപ്പം ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു അരിപ്പൊടിയൊക്കെ. എനിക്ക് തോന്നുന്നു നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ബൈ 1 get 1 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അലഞ്ഞ് തിരിഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ. അതിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ആണല്ലോ. പിന്നെ ഇവിടെ മല്ലിക്കും മുളകിനൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നു നല്ല വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ സെക്ഷൻ വന്നപ്പോഴത്തേക്കും ഞങ്ങളവിടെ സ്റ്റക്കായി. ഞാൻ കുറച്ച് ഡേറ്റ്സിൻ്റെ അച്ചാറും പിന്നെ കണ്ണിമാങ്ങ അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടോ. അച്ചാർ പിന്നെ ഒരു വികാരമാണല്ലോ. പപ്പടത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. റൈസ്, ബീട്രൂട്ട്, അങ്ങനെയൊക്കെ. ഇതെൻ്റെ അപ്പച്ചി ആട്ടോ, ആൾ പർച്ചേസ് ചെയ്ത് കുഴഞ്ഞു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാട്ടോ പോയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു. അങ്ങനെ ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മിക്സഡ് ഫ്രൂട്ടാട്ടോ. ഞങ്ങൾ വാങ്ങിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ട്രോബെറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും പഴുത്തിട്ടില്ല, നല്ല പച്ചയായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ കുട്ടീസിനൊക്കെ യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ മാംഗോ ഫ്ലേവർ വേണം, വേറെ ഫ്ലേവറൊന്നും ഇവർ കഴിക്കില്ല. വെറുതെ എടുത്ത് വെച്ച് നോക്കുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ 3 പേർക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോയ്ക്ക് ആവശ്യമായ ഫ്രോസൺ ഐറ്റംസൊക്കെ നോക്കിയിട്ട് സോസേജും ചിക്കനും നഗറ്റ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ നോക്കി. പൊട്ടറ്റോ നഗറ്റ്സ്, അങ്ങനെ ഇതിൽ നിന്ന് 2-3 ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടോ. ഒട്ടുമിക്ക ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ തപ്പി നോക്കി വാങ്ങി. പിന്നെ ടോയ്സിൻ്റെ സെക്ഷന് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടീസ് പിടി വിടില്ല. കപ്പിൻ്റെയൊക്കെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ റേറ്റ് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്പൂണും സ്പാച്ചുലാസും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ചില്ല, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതും ഓഫർ ഐറ്റം ആട്ടോ. അങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഗ്ലാസിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു, ജ്യൂസ് ഗ്ലാസും ഒക്കെ ആയിട്ട്. പിന്നെ ഈ പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതൊരു സെറ്റാണ്, 6 വലിയ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റ്, ബൗൾസൊക്കെ ആയിട്ട്. ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് ലഞ്ച് ബോക്സ് ആട്ടോ. ഇതും എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ബാഗൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു, ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ബുക്കിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. പൈമൂനും പൊന്നിനൊക്കെ ചെറുതായിട്ട് 4 ലൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും പഠിപ്പിക്കത്തൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ബുക്ക് കൊണ്ട് ചെല്ലാൻ പറയും കേട്ടോ അവർ. പിന്നെ ഞങ്ങൾ ബിരിയാണി പോട്ടൊക്കെ നോക്കി കേട്ടോ. ബിരിയാണി പോട്ടിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതും നല്ല ബ്രാൻഡിൻ്റെ തന്നെ പോട്ടാട്ടോ. വാങ്ങിയില്ല, ജസ്റ്റ് ഇതെല്ലാം നോക്കി. അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തു. ബില്ല് ചെയ്യുന്നതെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും മഴയൊക്കെ ഉണ്ടായിരുന്നു. മെല്ലെ ഞങ്ങളങ്ങ് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.